സോഷ്യൽ മീഡിയ എന്ന അണ്ടർവേൾഡിൽ എന്താണ് നടക്കുന്നത്? ദ ഗാങ്സ്റ്റർ ഷസാം. ഇതെന്തോടെ എന്റെ അധോലോകമാക്കി മാറ്റിയാടെ നിങ്ങളെല്ലാം കൂടെ. ഇത് യാവനടാ ഇത്? എന്തൊരു മുടിയടാ അവന്. ചിരുണ്ട മുടി. ഞാനിവിടെ ദുബായിലാണ്. അൽ ഷസാം ഇന്നലെ പനമര കൊണ്ടുവന്നപ്പോൾ ഡിക്ക് തുറന്നു ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. AK-47 ഗ്രനൈഡ്. ഓ മാൻ, വേറെ ലെവൽ ഗാങ്സ്റ്ററാണ്, അണ്ടർവേൾഡ് കിങ് ആണ് ഇപ്പോൾ ഷസാം. ലുക്ക് തന്നെ നിങ്ങൾ കണ്ടല്ലേ? അപ്പോൾ സോഷ്യൽ മീഡിയ ഈ പാരലൽ വേൾഡിൽ എന്ത് സംഭവിക്കുന്നു? ചിലപ്പോൾ നിങ്ങൾക്ക് അയൺമാൻ, തോർ, ഹൾക്ക്, ഡോക്ടർ സ്ട്രേഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂണിവേഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവാൻ പാടാണ്. ഇവിടെ ഗാങ്സ്റ്റർ ഷസാം, മുഖുത്തി ആൻഡ് കേരള ജനക്കൂട്ടം വിക്കിതാഗ് അടിച്ച് കയറി വരുന്ന അളിയൻ. ഓക്കെ, ആൻഡ് ലൈറ്റ്സ് ഗെയിമിംഗ് ശിവരഞ്ജനി എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി. എന്താണ് ഇവിടെ ലൂപ്പ് ക്രിയേറ്റ് ആയിട്ടുള്ളതെന്നാണ് നോക്കുന്നത്. അപ്പോൾ വിഷയം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ട് ഈ മൂക്കുത്തി റിലേറ്റഡ്, ഷസാം റിലേറ്റഡ് ഒക്കെ ആയിട്ട് കുറച്ചിങ്ങനെ വീഡിയോസ്. അപ്പോൾ എനിക്കിങ്ങനെ കുറേ പേര് അയച്ചു തരുന്നുണ്ട്. ഞാൻ പിന്നെ അന്നൊന്നും പറയാതിരുന്നത്, ഇതൊക്കെ പരസ്പരം അവർ പറഞ്ഞ് തീർത്തിട്ട് പോട്ടെ എന്നുള്ള നിലയ്ക്ക് തന്നെ നിന്നതാണ്. ഓക്കെ, ബിക്കോസ് ഇതിന് അത്ര ഒരു ലൈഫ് കാണൂല, പെട്ടെന്ന് തന്നെ തീരുമെന്ന് ഞാൻ വിചാരിച്ചു. നോ, ദ സീൻസ് ആർ ഗെറ്റിംഗ് വെരി വേഴ്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഷാസ് ഇവിടെ ദുബായിലുണ്ട്, ഞാൻ നല്ല കണ്ടിട്ടുണ്ടായിരുന്നു. ഷാസ് ജില്ലാണ്. ഷാസ് പറയുന്നത് എന്തോന്നാണ് ഈ നടക്കുക ഷാസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മൂക്കുത്തിയുടെ ഈ പയ്യൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇന്ന് മൂവി വേൾഡ് മീഡിയയിൽ വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തമ്മിലിൽ കൊടുത്തിട്ടുള്ളത് ഷസാം എന്നെ ഇല്ലാതാക്കാൻ നോക്കി. ഏയ് അളിയാ, അന്തമാതിരി എല്ലാം പണ്ണപ്പുറയാ. ഞാൻ മരിച്ചാൽ അവർക്ക് സമാധാനം കിട്ടുമോ? എടേ, മോട്ടിവേഷൻ മുക്കുത്തി, പേരിൻ്റെ മുന്നിൽ മോട്ടിവേഷൻ ഇട്ടിട്ട് നീ ചാവാൻ പോവാ, മരിക്കാൻ പോവാ? കമ്മോൺ മാൻ, അങ്ങനെ ചെയ്യാൻ പാടുമോ? ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും മൂക്കുത്തി എന്താണ് സീൻ പിടിച്ചതെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാത്തവർക്ക്, കുറേ പേർക്കൊക്കെ അറിയാം. ഈ ഒരു യൂണിവേഴ്സിൽ നടക്കുന്ന എന്താണെന്ന് അറിയാത്തവർക്ക്, മൂക്കുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറിയിലൂടെ മോട്ടിവേഷൻ കൊടുക്കുന്നു എന്നാണ് അവൻ്റെ പ്രൊഫൈൽ നീഷ്. ഓക്കെ, തെറി പറഞ്ഞ് മോട്ടിവേഷൻ കൊടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ തെറി മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കുറച്ച് പ്രീവിയസ് വീഡിയോസിൽ തെറിയൊന്നുമില്ല, അത്യാവശ്യം കാര്യം പറഞ്ഞ് തന്നെ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ആദ്യം വെക്കാം. കുഞ്ഞുങ്ങളെ, എക്സാം എല്ലാം കഴിഞ്ഞു, റിസൾട്ടൊക്കെ വന്നു. ജയിച്ചവർക്കും തോറ്റവർക്കും എൻ്റെ വക അഭിനന്ദനങ്ങൾ. കാരണം പഠിക്കേണ്ട സമയത്ത് അലമ്പ് കാണിച്ചു കിടന്ന് ക്ലാസ് റൂമിൽ കമന്റ് അടിക്കാനും മാവിൻ്റെ ഒമ്പത്ത് അന്നിയുടെ എണ്ണ എടുക്കാനും പോയതുകൊണ്ട് നിനക്കൊക്കെ കിട്ടാനുള്ളതൊക്കെ കിട്ടി. അതുകൊണ്ട് ഇനി എൻ്റെ അനിയന്മാരും അനിയത്തിമാരും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ജീവിതം ആസ്വദിക്കാം, പക്ഷെ അഴിഞ്ഞാട്ടമാക്കരുത്. തോറ്റുപോയ മാർക്ക് ലിസ്റ്റ് കണ്ട് കണ്ണു നിറക്കേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ തോറ്റവരാണ് ജയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ്, ഒന്നും അവസാനിച്ചിട്ടില്ല. നീ തോറ്റുപോയ കാര്യമോർത്ത്, സമൂഹത്തിൽ നാണക്കേടോർത്ത് ഒരു മൂലക്കിരിക്കാതെ, കളിയാക്കിയവർക്ക് ചെവി കൊടുക്കാതെ നീ തോറ്റുപോയ മാർക്ക് ലിസ്റ്റുകൾ വലിച്ചെറിഞ്ഞ് പറയണം, ഞാൻ പരീക്ഷകളിൽ തോറ്റുപോയേക്കാം, പക്ഷെ ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെട്ടു എന്ന്. ആ ഒരു ദിവസം എൻ്റെ വാക്കുകളിലല്ല, നിന്റെ കലണ്ടറുകളിലാണ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് ഈ യങ് ലാഡ് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന ഇവൻ്റെ തന്നെ വേറൊരു മോട്ടിവേഷൻ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, ഈ മോട്ടിവേഷനാണ് ഇതിനൊക്കെ തുടക്കമായത്. ഇത്രയും ഞാൻ പ്ലേ ചെയ്യുന്നുള്ളൂ. ഈ തെറി പറഞ്ഞിട്ടാണ് ആശാൻ ഈ സാധനം എന്ത് ചെയ്യുന്നത്, പറഞ്ഞു തുടങ്ങുന്നതും. ഈ സംഗതി നമ്മുടെ ഷസാം എടുത്ത് വെച്ചിട്ട് സ്റ്റോറിയിൽ, ഷസാം സ്ഥിരമായിട്ട് ഷസാമിനെ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഷസാം ഇതേപോലെ ആരുടെയെങ്കിലുമൊക്കെ റീലോ സാധനങ്ങളോ കണ്ടു കഴിഞ്ഞാൽ, ഓക്കെ, ഷാസ് ഒറ്റയടിക്ക് ചെയ്യൂല. ഷാസ് അവരെ കുറച്ച് കാലം ഫോളോ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ കോണ്ടന്റ് കണ്ടതിന് ശേഷം ഷാസ് എന്ത് ചെയ്യും, എടുത്തിട്ട് സ്റ്റോറിയിലിടും. ഷാസ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ പോലെ ഒരു സാധനം ഇട്ടിട്ട് പോവും. ഓക്കെ, അത് ഷസാം കുറച്ച് കാലമായിട്ട് ചെയ്യുന്നതാണ്. അത് ഇവിടെ പാലാജിക്ക് അറിയാം, ദാസേട്ടൻ കോഴിക്കോട്, അങ്ങനെ പലരുടെ വീഡിയോസും ഷസാം എടുത്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് അതൊക്കെ അങ്ങനെയാണ്. ഓക്കെ, അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഒരു റീച്ച്, ഷസാമിനൊരു കോണ്ടന്റ്, അപ്പോൾ അതങ്ങനെ പോവും ഒരു സംഗതിയായിട്ട്. ഇതാണ് ഈ മൂക്കുത്തിയുടെ വീഡിയോ ഷസാം എടുത്ത് വെച്ച് ചെയ്ത്. ഓക്കെ, അത് മൂക്കുത്തിക്ക് മൂക്കുത്തി തിരിച്ചൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്ന്, ആ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെറിയിലൂടെയുള്ള മോട്ടിവേഷൻ ആയതുകൊണ്ട് റിയാക്ഷനും തെറിയിലൂടെ ഉണ്ടാക്കി കളഞ്ഞു. ഫൈൻ. അപ്പോൾ എങ്ങനെയാണോ ഷസാം റിയാക്ട് ചെയ്തപ്പോൾ ഈ പറഞ്ഞ മൂക്കുത്തിക്ക് പൊള്ളി അല്ലെങ്കിൽ സങ്കടമായത്, ഇതുപോലെ തന്നെ മൂക്കുത്തിയെ പറയുമ്പോൾ മൂക്കുത്തിക്കും, മൂക്കുത്തി പറയുമ്പോൾ വേറൊരാൾക്കും പൊള്ളുമല്ലോ. ഈ ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോസിൽ ഈ മൂക്കുത്തി പറയുന്നതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ ഈ ഒരു യൂണിവേഴ്സ്, സോഷ്യൽ മീഡിയ യൂണിവേഴ്സിലെ ദ ലേഡി ലൈറ്റ്സ് ഗെയിമിംഗ്, ഈ ലേഡിയുടെ വീഡിയോ മുതലാണ് ഈ ഒരു തെറിവിളി റിയാക്ഷൻ സംഗതിയിലേക്ക് ഇവൻ എത്തുന്നത് എന്നുള്ളതാണ് എൻ്റെ
ചെറിയൊരു അറിവിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ലേഡി ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ആദ്യം തുടങ്ങിയത്. ഈ ലേഡിയാണ് ഇപ്പോൾ ഈ മൂക്കുത്തി, ഞാൻ പറയുമ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ വന്നിരിക്കാൻ കാരണം ഈ ലേഡിയാണ്, അല്ലാതെ ഷസാം അല്ല. ഓക്കെ, ഇവർ വളരെ വെടിപ്പായിട്ട് ഈ മൂക്കുത്തീനെ എന്ത് ചെയ്ത് കുറേ ഇവൻ്റെ സ്ക്രീൻഷോട്ടും ഇവൻ്റെ കുറേ പൈസ ആയിട്ടുള്ള ഇടപാടുകളും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു വീഡിയോ ചെയ്തു, ഒരു ലോങ് വീഡിയോ യൂട്യൂബിൽ ചെയ്തു. അതോടുകൂടി മൂക്കുത്തിയുടെ മോട്ടിവേഷനും സാധനങ്ങളൊക്കെ അവിടെ ഇരുന്ന് പോയി. ഓക്കെ, പിന്നെ മൂക്കുത്തി എന്ന് പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞ പോലെ അവൻ്റെ ലൈഫിൽ, റിയൽ ലൈഫിൽ അത് പ്രശ്നമായി. കാരണം അറിയാമല്ലോ, ഈ ഫിനാൻഷ്യൽ സാധനങ്ങളും സ്ക്രീൻഷോട്ടും സംഗതികളും ഒക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്താവും സംഭവിക്കുക, ഏത് രീതിയിലാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുക, നമ്മളെ റിയൽ ലൈഫിൽ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. കാരണം നമ്മൾ റിയൽ ലൈഫിൽ ചെയ്ത കാര്യങ്ങളാണ് റിയൽ ലൈഫിൽ വേറൊരു വ്യക്തി കൊണ്ടുവന്നത്. അപ്പോൾ എന്താണെങ്കിലും അത് എഫക്റ്റായി. അത് എഫക്റ്റ് ആയതിനു ശേഷം പിന്നെ ഇൻ്റർവ്യൂ, അറിയാമല്ലോ, ഇവിടെ ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഇൻ്റർവ്യൂ ഉണ്ട്. ഓക്കെ, അതൊരു തെറ്റല്ല, ഇൻ്റർവ്യൂ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഇൻ്റർവ്യൂവിനകത്ത് ഇപ്പോൾ നമ്മളൊരു ചാനലിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ സൈഡ് പറയാം, ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ അവരുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്താണെന്നുണ്ടെങ്കിലും നൈസ് സ്കീമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഫൈൻ. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിനകത്ത് ഷസാമിനെയും ഷസാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് പറയുന്നത്. ആക്ച്വലി വിക്കി തഗും ഇവനെടുത്ത് വെച്ച് അലക്കി പൊളിച്ച് വിട്ടിട്ടുണ്ട്, ജനക്കൂട്ടം കീറി അടിച്ച് വിട്ടിട്ടുണ്ട്. ജനക്കൂട്ടത്തിൻ്റെ എതിരെ ഇവനും വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് അങ്ങോട്ട് മുങ്ങിപ്പോയി ആ വീഡിയോ. ഓക്കെ, പിന്നെ അവൻ ജനക്കൂട്ടത്തിന് പോയി മെസ്സേജ് അയച്ചു, വിക്കിക്ക് മെസ്സേജ് അയച്ചു. സീക്രട്ട് വിക്കി എന്ത് ചെയ്ത് ഈ സാധനങ്ങളൊക്കെ അവൻ നൈസായിട്ട് സംസാരിക്കൂടെ, വിക്കി ആൾക്കാരോട് നൈസാണ് സംസാരിക്കാൻ. അപ്പോൾ വിക്കി സംസാരിച്ചു. അങ്ങനെ വിക്കിനെ അവനൊരു സോഫ്റ്റ് സാധനം അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷസാം എന്നുള്ള പേരെടുത്ത് പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ പ്രൈം റീസൺ എന്ന് പറഞ്ഞാൽ ലേഡി ആയിട്ടുള്ള ഇഷ്യൂവിലാണ്. അവിടെയാണ് തുടക്കം വരുന്നത്. ആ ലേഡിയാണ് വീഡിയോ ചെയ്തതും ഇവൻ്റെ ഈ പറഞ്ഞ കുറേ ഇടപാടുകളൊക്കെ എടുത്ത് പുറത്തിട്ടത്, ഫിനാൻഷ്യൽ സാധനങ്ങൾ. പക്ഷെ ഇവിടെ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷസാമിന് മാത്രമാണ്. അപ്പോൾ ഇവൻ മോട്ടിവേഷൻ മൂക്കുത്തി എന്നീ പയ്യൻ ഇട്ടത് മോട്ടിവേഷൻ എന്നുള്ള സംഗതിയല്ല, ഒരു കോണ്ടൻറ്റ് മാത്രമായിട്ടാണ്. അതായത് ലൈഫിൽ ആ ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ സംഗതികളോ ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു കോൺട്രവേഴ്സിൻ്റെ ആകുമ്പോഴത്തേക്ക് ജീവിതം അവസാനിപ്പിക്കാൻ പോകില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇവൻ ഇതും ഒരു എല്ലാവർക്കും ഒരു കോണ്ടൻറ്റ്. ഇപ്പോൾ എനിക്കിതൊരു കോണ്ടൻറ്റാണ്. ഇവൻ ഈ ഷസാമിൻ്റെ പേര് പറയുന്നതോ അല്ലെങ്കിൽ ഷാസും റിലേറ്റഡുള്ള ഇഷ്യൂസാന്ന് പറയുന്നത് അവൻ്റെ കോണ്ടൻറ്റ്. അത് ആ ചാനലിൽ പോകുമ്പോൾ തമ്മിലിനകത്ത് ഷസാം റിലേറ്റഡ് ഇഷ്യൂ മൂക്കുത്തി എന്ന് പറയുന്നത് അവർക്ക് ഹൈപ്പ്. ഏത് നേരെ മറിച്ച് ഈ ലേഡിയും മൂക്കുത്തിയും തമ്മിലുള്ള ഇഷ്യൂ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കാണാൻ വരില്ല. കാരണം ഷസാമിൻ്റെ അത്രത്തോളം സോഷ്യൽ മീഡിയ നീഷ് വാല്യൂ മൂക്കുത്തിക്കും ആ ലേഡിക്കും കുറവാണ്. ഓക്കെ, ആ ലേഡി ഒരു ഗെയിം റിലേറ്റഡ് ആയിട്ട് ഗെയിമർ ലേഡിയാണ്. സോ ആ ഒരു സർക്കിൾ മാത്രമേ കാണൂ. ഷാസ് അങ്ങനെയല്ല, ഷാസിന് കുറച്ചുകൂടി വൈഡർ ഓഡിയൻസ് ഉണ്ട്. ഞാൻ കൂട്ടത്തിൽ വിക്കി തങ്ങിൻ്റെ ഒരു ഫോട്ടോ. അപ്പോൾ എന്താണെങ്കിലും മൂക്കുത്തിൻ്റെ വിഷയം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ടല്ലോ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ചുകൂടി വെറൈറ്റി ആയി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. അയാൾ തെറി വിളിച്ചത് ആ സമൂഹത്തിലായിരിക്കുന്ന ആൾക്കാരെയാണ്. പക്ഷെ ഞാൻ ആരെയും തെറി വിളിക്കില്ലാണ്. ഞാൻ ആരെയും തെറി വിളിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കണ്ടൻറ്റിൻ്റെ അകത്ത് മാത്രം പറയുന്ന തെറിയാണ്. ഞാൻ ആരെയും പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ ആരെയും തെറി വിളിച്ചിട്ടില്ല. ഞാൻ മോട്ടിവേഷൻ ചെയ്യുന്നത് എൻ്റെ ലൈഫിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ മോട്ടിവേഷൻ ചെയ്യുന്നത്. ഇപ്പൊ ഒരു 3-4 ദിവസമായിട്ട് ഇന്നലെ എന്നോട് സംസാരിക്കുമ്പോൾ പോലും എനിക്ക് ജീവിതം ഇനി വേണ്ട, ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ പോവാണ് ചേച്ചി എന്ന് പറഞ്ഞ് കരയുന്ന ഒരാളെയാണ് എനിക്ക് കേൾക്കാൻ പറ്റിയത്. അപ്പോൾ എങ്ങനെയാണ് ഈ മോട്ടിവേഷൻ, എങ്ങനെയാണ് പറയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ലെവലിലേക്ക്, അതായത് ഈ പറയുന്ന ബാഡ് വേർഡ്സ് കൊണ്ടാണ് ഇത് ഉണ്ടായത്? ഞാൻ ചേച്ചിക്ക് എൻ്റെ അക്കൗണ്ട് കണ്ടാൽ തന്നെ അറിയാം, ഞാൻ അങ്ങനെ ആരെയും പേഴ്സണലായിട്ട് ഹേർട്ട് ചെയ്യാൻ പോകാത്ത ഒരാളാണ്. അപ്പം ഞാൻ മോട്ടിവേഷൻ ചെയ്യണത് എൻ്റെ ഇഷ്ടമാണ്. അത് കാണാൻ ഒരുപാട് താല്പര്യപ്പെടുന്നുണ്ട്. അത് ലൈഫിൽ കമ്പയർ ചെയ്ത് അവരുടെ ലൈഫ് ഹാപ്പിയാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. എൻ്റെ മോട്ടിവേഷൻ വീഡിയോ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അത് കുഞ്ഞു കുട്ടികൾ മാത്രമൊന്നുമല്ല, ഒരുപാട് വലിയ ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം. തെറി വലിയൊരു സീനാന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല ഞാൻ തെറി വിളിക്കാത്ത ഒരാളുമല്ല. ഞാൻ കോണ്ടന്റുകളിൽ തുടക്കകാലത്തൊക്കെ നല്ല രീതിയിൽ തെറി പറഞ്ഞിട്ടുണ്ട്, തെറി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അത് ഫുക്രുവാണ് എന്നോട് പറഞ്ഞത് പേഴ്സണലി, അളിയാടെ ലേശം കുറയ്ക്ക് പൊടിക്ക്, കാരണം വൈഡർ ഓഡിയൻസ് കാണുന്നതാണ്. സോ സീരിയസ്നെസ് പോകും ടോപ്പിക്കിൻ്റെ, തെറിയിലേക്ക് പോകണ്ട. സോ ഞാനതൊന്ന് സോർട്ട് ചെയ്ത് സെറ്റിലാക്കി. എന്നാലും തെറി വിളിക്കേണ്ട സമയത്ത് തെറി തന്നെ യൂസ് ചെയ്യണം, തെറി തന്നെ ഉപയോഗപ്പെടും. ഇപ്പോൾ റിയൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും വായ തുറന്നു കഴിഞ്ഞാൽ ഒരു 10 വാക്ക് പറയുമ്പോൾ ഒരു 3-4 വാക്ക് തെറിക്കുന്ന ഒരുത്തനാണ് ഞാൻ. ബിഗ് ബോസിലൊക്കെ പോയ സമയത്ത് അൺകട്ട് വേർഷൻ ബിഗ് ബോസിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല രീതിയിലുള്ള തെറിയനായിരുന്നു ഞാൻ. ആ സത്യം ഞാനിപ്പോൾ പറയുകയാണ്. എന്തുകൊണ്ടോ അവർ പുറത്ത് വിട്ടില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ലായി. കാരണം റോക്കി സിജോ ഇഷ്യൂ ഒക്കെ വന്നതിന് ശേഷം പിന്നെ മറ്റേ ടെലികാസ്റ്റ് റൈറ്റ്സും സീനൊക്കെ ആവൂലോടെ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നത്, പിന്നെ ഞങ്ങൾ കയറുന്ന ടൈമിൽ ജിൻഡോനെയും ഗബ്രീനെയും തെറി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുറത്ത് അങ്ങനെ സീനൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ തെറികൾ എന്തുകൊണ്ടോ അവർ കണ്ടില്ല എന്ന് വെച്ചതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അപ്പോൾ പോട്ടെ. അപ്പോൾ എന്തായാലും ഞാൻ നല്ല രീതിയിൽ തെറി വിളിക്കുന്ന ഒരാളാണ്, തെറി ഞാൻ ഉപയോഗിക്കാറുണ്ട്, ഞാനങ്ങനെ തെറിക്കാത്തൊരു മനുഷ്യനല്ല. അപ്പോൾ ഈവൻ തെറിയിലൂടെ ഒരു കോണ്ടന്റ് ഇറ്റ്സ് ഫൈൻ, നോ വറീസ്. അതിപ്പോൾ ഒപ്പിയാണെങ്കിലും കുറേ പേര് തെറി പറയുമോടെ, തെറി പറയാത്ത ആൾക്കാരായിരുന്നു. തെറി കേൾക്കേണ്ടവർ കേട്ടാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പോയി, വേണേ കണ്ടാൽ മതി, വേണ്ടേ കാണണ്ട, സിമ്പിളാണ് കാര്യം. ഓക്കെ. പിന്നെ കുട്ടികൾ കാണും എന്നുള്ള സ്കീമൊക്കെ പലരും പറയാറുണ്ട്. പിന്നെ കുട്ടികൾ ഒന്നും കാണാത്തയും കേൾക്കാത്തയാണല്ലോ. സ്വന്തം വീട്ടിലെ അച്ഛനും അമ്മയും പരസ്പരം വിളിക്കുന്നതും നാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ തമ്മിൽ വിളിക്കുന്നതും സിനിമ സീരിയലടക്കം ബാക്കി എല്ലാ സാധനത്തിനകത്തും കാണുന്നതിനേക്കാൾ കൂടുതലൊന്നും ഈ തെറിക്കകത്തൊന്നും ഇല്ല. ഓക്കെ. അപ്പോൾ അത് വിട്ട് ആ സ്കീമിൽ ഞാൻ ആരും പറഞ്ഞു വരാൻ നിൽക്കണ്ട. പക്ഷേ ഇവൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊരു കോണ്ടന്റ് മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് മോട്ടിവേഷൻ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്യാം, തെറി പറഞ്ഞ് ചെയ്യാം. ഇപ്പോൾ ചിലർ കണ്ടിട്ടുണ്ട് ഞാൻ ഈ ആംഗ്രി മേക്കപ്പ്, ആംഗ്രി മൂവി റിയാക്ഷൻ, മനസ്സിലായി? ഈ ആങ്കർ, തെറി, കരച്ചിൽ, ചിലർ കരഞ്ഞ് മാത്രം റീൽസ് ഉണ്ടെന്ന് കാണാം. സോ അതൊക്കെ ഒരു ഇമോഷൻ സാധനം വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സൈഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പേര് കാണില്ല, കോമ്പറ്റീഷൻ. അപ്പോൾ മോട്ടിവേഷൻ പോയ കുറേ കോമ്പറ്റീഷൻ കാണും. അപ്പോൾ അങ്ങനെ ചെയ്ത് തുടങ്ങിയൊരു സാധനമാണ് ഇവൻ. ആൻഡ് ഈ ആങ്കർ, ഇവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവർ നല്ല കിടിലൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും നല്ല രീതിയിൽ തിരിച്ച് പറയുന്നതും, അല്ലെങ്കിൽ നല്ല നല്ല ക്ലാസ് ആങ്കറാണ് ഇവർ. അതുകൊണ്ട് തന്നെയാണ് ഇവരെന്ത് ചെയ്തത്, ഈ സാധനം തിരിച്ച് ചോദിച്ചത്. എനിക്ക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് നീ ഇപ്പോൾ 2 ദിവസം മുമ്പ് വിളിച്ചിട്ട് ഞാൻ അതാ തീരാൻ പോകണമെന്ന് പറഞ്ഞ ഒരുത്തനാണോ? അവിടെ തന്നെ പൊളിഞ്ഞു മോട്ടിവേഷൻ, മൂക്കുത്തിൻ്റെ മോട്ടിവേഷൻ. ഇപ്പോൾ മോട്ടിവേഷൻ മാറ്റി വെച്ച് മൂക്കുത്തി എന്ന് പറഞ്ഞ് മാത്രം വീഡിയോ ഇടുന്നതായിരിക്കും ബെറ്റർ ഈ പയ്യന്. പ്രത്യേകിച്ച് എൻ്റെ സ്വഭാവത്തിൽ ഞാൻ ആരുമായിട്ട് ഇൻട്രാക്ട് ആക്കാൻ പോകാറില്ല. കുറച്ചങ്ങ് കഴിഞ്ഞ് കുറച്ച് നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ആയി, അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് അങ്ങനെ വന്ന വളരെ ചുരുക്കം വിരലെണ്ണാൻ ഭാഗത്തിന് വന്ന കുറച്ച് നല്ല കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. ഇപ്പം ആ കൂട്ടുകാരന്മാരിൽ പകുതിയോളം പേരിൽ ഞാൻ മിണ്ടാറുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് ചെറിയൊരു സൗന്ദര്യപ്പണക്കത്തിൽ മിണ്ടായിരിക്കണം. നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ ഫ്രണ്ട്സിനെ നിന്ന് ക്യാഷും കാര്യങ്ങളും ചോദിക്കാറുണ്ട്, മേടിക്കാറുണ്ട്, തിരിച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവൻ്റെ ഈ പൈസേൻ്റെ സീൻ തന്നെയാണ് ഇപ്പോൾ വള്ളി വിളിച്ചത്. അല്ലെങ്കിൽ അവൻ തെറി വിളിച്ച് അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത് വള്ളി വിളിച്ചതൊന്നുമല്ല. ഇവനെ റിയാക്ട് ചെയ്തതോ അല്ലെങ്കിൽ ഇവൻ്റെ കോണ്ടന്റ് എടുത്ത് വെച്ച് സംസാരിച്ച ആളുകളോടോ ഇവൻ തിരിച്ച് റിയാക്ഷൻ വീഡിയോ ഇട്ട സമയത്ത് അത് തെറിച്ചിട്ടാണ് ഇട്ടത്. ഓക്കെ. ലേഡി അടക്കം കളിക്കാരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു ടേം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ ഇവൻ തിരിച്ചൊരു സാധനം കൊടുക്കുമ്പോൾ ഇവനും ബാക്കിയുള്ളവരും, ഇപ്പോൾ ഞാനാണെങ്കിലും ഒക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ലൈഫിൽ നമ്മളെ ഒപ്പം നിൽക്കുന്ന നിഴലാണെങ്കിൽ പോലും ചിലപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ടാവും നമ്മളത് എന്തെങ്കിലും. ഓക്കെ. ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എവിടെയോ ചെയ്തു വെച്ച് പോയൊരു കാര്യമായിരിക്കും, എന്താണെങ്കിലും. പക്ഷെ ഇവൻ്റെ കാര്യത്തിൽ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ പോലും കാശ് മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കും. ഫ്രണ്ട്സ് ആണെങ്കിലും തിരിച്ചു കൊടുക്കും. ഞാൻ പറയുമ്പോൾ സ്വന്തം അച്ഛനമ്മയാണെങ്കിൽ പോലും തിരിച്ചു മേടിക്കും, ചോദിക്കും. അപ്പോൾ പിന്നെ ഫ്രണ്ട്സ് ചോദിക്കാതിരിക്കുമോ? കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം എത്തുമ്പോൾ ഫ്രസ്ട്രേഷൻ അടിക്കുമ്പോൾ അതെടുത്ത് വേറൊരാൾക്ക് കൊടുക്കുകയോ ചെയ്യൂടെ. അപ്പോൾ അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതിന് പ്രോപ്പറായിട്ടൊരു എക്സ്പ്ലനേഷൻ വേണം. ഇവൻ്റെ പ്രശ്നം ഇവിടെയാണ് കിടക്കുന്നത്. ആ ലേഡി യൂട്യൂബറിനെ, ആ ഗെയിമറിനെ ഇവൻ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തു. അവർക്ക് ഒരുപാട് പേര് ഇവൻ്റെ സാധനങ്ങൾ അയച്ചു കൊടുത്തു. അവരത് വെച്ച് വീഡിയോ ചെയ്തു. പൊളിഞ്ഞിരിക്കുകയാണ് അവർ ലേഡിയാണ്. റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നീ ഉപയോഗിക്കുന്നത്, നീ ബോച്ചയുടെ അച്ഛനാവാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ ലേഡിക്ക് അത് പൊളിയില്ലേ? പൊളിഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ അയച്ചു കൊടുക്കും. ഇപ്പം ഒന്നും വേണ്ട, ഞാനിതിൽ റിയാക്ഷൻ വീഡിയോ ഒന്നും ആദ്യം ഇടാത്ത ഒരാളാണ്. എന്നിട്ട് വരെ എനിക്ക് ഇഷ്ടം പോലെ നിൻ്റെ സ്ക്രീൻഷോട്ട്സും നിൻ്റെ വോയിസ് റെക്കോർഡും സാധനങ്ങളുമായിട്ട് അയച്ചു തന്നിട്ടുണ്ട് ആൾക്കാർ. ബട്ട് അതായത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് കുറേ കൂടിയും ഗ്രാവിറ്റി കുറഞ്ഞ, അല്ലെങ്കിൽ ഇതൊക്കെ എന്തോന്ന് ആ മൈൻഡിൽ എടുക്കുന്ന ഒരാളായതുകൊണ്ട് പിന്നെ ഞാനതങ്ങനെ വിട്ട്. കാരണം ഇത് വലിയ മറ്റേ രാജ്യത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് സീൻ ഉണ്ടാക്കുന്നതോ, അല്ലെങ്കിൽ നീ എന്തോ വലിയ മറ്റേ ബാങ്ക് കുത്തിപ്പൊളിച്ചോ അല്ലെങ്കിൽ ഒരു 100 ആളെ പറ്റിച്ച സ്കീമോ. പൈസ കൊടുക്കാത്ത ഒരാളാണെങ്കിൽ ഒരാൾക്ക് പൈസ കൊടുക്കാത്തത് തെറ്റാണ്, മേടിച്ചാൽ കൊടുക്കണം, അത് വേറെ സീൻ. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു സീൻ പിടിച്ചപ്പോൾ, മുക്കുത്തി എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ ഷസാമായിട്ടും വിക്കിയായിട്ടും ഈ ലേഡിയായിട്ടൊക്കെ സീൻ പിടിച്ചപ്പോൾ നിൻ്റെ സാധനങ്ങൾ കയറി വരുമ്പോൾ അപ്പോൾ ആ സാധനത്തിൽ എനിക്കെന്തോ ഒരു ഞാൻ ടു ബി ഹോണസ്റ്റ് ഷാസിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്യട്ടെ? ഷാസ് പറഞ്ഞു വേണ്ടളയ്യ വീട്, ഞാൻ എന്തെങ്കിലും അവനോട് പറയണമെങ്കിൽ ഞാൻ നേരിട്ട് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ എനിക്കുള്ള ദേഷ്യം ഞാൻ നേരിട്ട് തന്നെ പറഞ്ഞ് തീർക്കാം. ഓക്കെ. ഇനിയിപ്പോൾ അല്ല അവനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അടുത്ത് സ്റ്റോറി ഇടും. അവൻ പറഞ്ഞ കാര്യമാണ്, അതുപോലെ അവൻ ചെയ്തു. ആ ലേഡി ഇട്ട വീഡിയോ ഒക്കെ എടുത്തിട്ട് അവൻ സ്റ്റോറി ഇട്ടിട്ട് ഇവൻ്റെ പ്രശ്നം ഇപ്പോൾ അതാണ്. ഷസാം മാത്രമായിട്ട് പ്രശ്നമായിട്ട്, അതായത് ഷസാം എന്ന് പറഞ്ഞൊരു കോണ്ടന്റിലേക്ക് ഇപ്പോൾ പിടിച്ചിട്ട് ഇടയിൽ കറക്റ്റ് ഗെയിമാണ്. ഞാൻ പറയുമ്പോൾ പക്ക ഗെയിം, നല്ല ഗെയിമാണ്. കാരണം എപ്പോഴും അതാണ്, നമ്മളേക്കാൾ റീച്ചുള്ള ഒരാളെ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. ഓക്കെ. കാരണം കുറച്ചും കൂടി നമ്മളേക്കാൾ വ്യൂവർഷിപ്പ് പോകുന്ന റീച്ചുള്ള ഒരാളെ കയറി പിടിച്ചു കഴിഞ്ഞാൽ
എപ്പോഴും ഒരു സാധനം കിട്ടും, നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഒരു വിസിബിലിറ്റി കിട്ടും. അതിവൻ കൃത്യമായിട്ട് ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് വിത്ത് ദാറ്റ് ഒരു എന്താ പറയുക ഒരു സെൻറ്റിമെൻ്റൽ സാധനമായിട്ട്. ഓക്കെ, പക്ഷേ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലേഡിയായിട്ട് തുടങ്ങി, പിന്നെ ഷസാം എടുത്ത് വെച്ച് ഏത് സമയത്ത് ഷസാം ചെയ്താവോ, എന്തായാലും ഷസാം ചെയ്തു, പിന്നെ ഷസാമിലേക്ക് മാറി, പിന്നെ വിക്കി ഏറ്റുപിടിച്ചു. ചിലപ്പോൾ നാളെ ഞാനായിരിക്കാം, ഏത് ഇപ്പം നാളെ വന്ന് എന്നെ തെറിച്ചിട്ട് പോവോ, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളതിലിരിക്കുന്നു പുറത്ത് ഇടേണ്ടി വരും. അത് ഞാൻ ചെയ്യില്ല, പോട്ടെ വിട്. എന്നാണെങ്കിലും നല്ല രീതിയിൽ തീരട്ടെ എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇതിപ്പോൾ സീൻ എന്താ, ഞാൻ പറയാൻ തന്നെ ഇവിടെ സംസാരിക്കാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ കുറേ പേര് എനിക്ക് ഇൻബോക്സിൽ ഇതേപോലെ ഇരുന്ന് മെസ്സേജ് അയച്ചിട്ട് ഷസാമിൻ്റെയും മൂക്കുത്തിൻ്റെയും സീന് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവൻ്റെ ഇൻ്റർവ്യൂ കൂടി വന്നോട് കൂടിയിട്ട് ഇരിക്കപ്പുറത്തിലടേ ഇരുന്ന് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അഭിപ്രായം, അതായത് പറയാനുള്ള കാര്യം അത് പറയാം. ഷസാമായിട്ടുള്ള ഇഷ്യൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് സത്യം പറഞ്ഞാൽ. ഞാൻ റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയോ നല്ല കണ്ടന്റ് ആയതുകൊണ്ട് ആൾക്കാരിലേക്ക് ഒരുപാടായിട്ട് ഷെയർ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 5 million സംതിങ് റീച്ച് ആയ വീഡിയോക്ക്. അപ്പോൾ ഷസാമിന്റെ ഫീഡിൽ അങ്ങോട്ട് കിടന്ന ആ വീഡിയോ ഇവനെടുത്ത് വളരെ ഫണ്ണാന്നുള്ള രീതിയിൽ തന്നെ ഇവൻ ആ വീഡിയോ റിയാക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ ആക്ച്വലി എന്നെ സംബന്ധിച്ച് ചേച്ചിക്ക് അറിയാം, എനിക്ക് അങ്ങനെ ഒത്തിരി ഫോളോവേഴ്സ് ഒന്നുമില്ല, 100K പോലും റീച്ച് ആയിട്ടില്ല, വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വലിയ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ഇങ്ങനെ ഒരാള് പുള്ളിയുടെ രീതിയിൽ വളരെ ഫണ്ണായിരിക്കാം, പക്ഷെ പുള്ളിയെ റിയാക്ട് ചെയ്ത ആ ഒരു രീതി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. എന്താ പറയുക, ഒന്ന് അടിച്ച് താഴ്ത്തണം, ഇവൻ എന്താണ് ഒട്ടും ഇതല്ല, അങ്ങനത്തെ ഒരു രീതിയിൽ ഒന്നും അല്ലാത്ത രീതിയിൽ ഒരുമാതിരി കൊച്ചാക്കും കളിയാക്കും ചെയ്യുന്ന രീതിയിൽ ഇത്രയും സമൂഹത്തിന്റെ മുന്നിൽ ഏകദേശം അവന്റെ സ്റ്റോറി വ്യൂസ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 6-7 ലക്ഷം പേരെങ്കിലും കാണുമായിരിക്കും ഏകദേശം മിനിമം. ഓക്കെ, അപ്പോ അത് എത്രയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആദ്യമേ വളരെ സന്തോഷമായിരുന്നു, എനിക്ക് നല്ല റെസ്പെക്ട് ഉണ്ടായിരുന്നു ആ മനുഷ്യനോട്. കാരണം ഞാൻ ആദ്യകാലത്ത് ഇട്ടുകൊണ്ടിരുന്ന വീഡിയോയിൽ ഏകദേശം ഒരു 8 million അങ്ങോട്ട് കയറിയ വീഡിയോക്കകത്ത്, മോട്ടിവേഷൻ വീഡിയോക്കകത്ത് ഇയാൾ വന്ന് കമന്റ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു. ഷസാം ബ്രോ വന്ന് കമന്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഷസാം ആണെങ്കിൽ പോലും എന്താണ്, അയാളൊരു ഐഫോൺ വിരോധി ആണെങ്കിൽ പോലും ഇയാളെ ഇറക്കി റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. പുറത്തെ രാജ്യത്തെ ആൾക്കാരും പിന്നെ എന്താ പറയാ സമൂഹത്തില് എല്ലാവരും വെറുക്കപ്പെടുന്ന ഒരു ആൾക്കാരെ മാത്രമേ ഇയാൾ തെരഞ്ഞെടുത്ത് റിയാക്ട് ചെയ്യാറുള്ളൂ. ഇവൻ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, പക്ഷെ ഈ പറയുന്ന ഷസാം എന്ത് കാരണത്തിലാണ് എൻ്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് എനിക്കറിയാൻ പാടില്ല. പുള്ളിക്കാരൻ മനഃപൂർവ്വം എൻ്റെ ലൈഫിൽ ഒരു പേഴ്സണലായിട്ട് എൻ്റെ ലൈഫിൽ ഒരു എന്താ പറയുക ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കാൻ വേണ്ടിയാണോ, എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നങ്ങൾ വരുത്തി തീർക്കാൻ വേണ്ടിയാണോ, ഇങ്ങനെ എനിക്ക് എല്ലാവരിൽ നിന്ന് എനിക്കൊരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യിക്കാൻ വേണ്ടിയാണോ എൻ്റെ വീഡിയോ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. എൻ്റെ പൊന്നളിയ, നിൻ്റെ തോന്നലുകൾ, നിൻ്റെ എന്താ പറയുക ആ ഒരു തോട്ടമൊക്കെ നിൻ്റെതാണ്, ഒരു തേർഡായി. ഓക്കെ, നീ ഷസാം എന്നുള്ളതിൽ ഒരു തേർഡായി ആയിട്ട് ഞാൻ കാണുമ്പോൾ നിനക്കിത് കൃത്യമായ കോണ്ടൻറ്റാണ്. ഓക്കെ, ഇപ്പം നമ്മളൊക്കെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുന്നവരാണ്, കോണ്ടൻറ്റിന് വേണ്ടിയിട്ട് തന്നെയാണ്, നമ്മൾ അരി മേടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും ഈ പണിക്ക് നിൽക്കുന്നത്. സോ നിനക്ക് നല്ലൊരു കോണ്ടൻറ്റാണ്. നിനക്ക് ആ ലേഡി ആയിട്ടുള്ള ഒരു സംഗതിയൊക്കെ ബെറ്റർ, അല്ലെങ്കിൽ വിക്കി തഗ്ഗുമായിട്ടുള്ള ആ ഒരു സാധനത്തേക്ക് വിക്കി തഗ് ഇതിലും മോശമായിട്ട് നിന്നെ പറഞ്ഞിട്ടുണ്ട്. വിക്കി നിന്നെ അടിച്ച് പഞ്ചറാക്കി വിട്ടിട്ടുണ്ട്, താപ്പൂ എല്ലാം അടിച്ചിട്ടുണ്ട്. വിക്കി ഇവന് സീനല്ല, ഷസാമാണ് ഇവൻ അധോലോക നായകൻ. ഇവനൊരു ലൈവിനകത്ത് പറയുന്നുണ്ടായിരുന്നു, ഇവൻ്റെ ലൈവിലേക്ക് ഷസാം ആളെ പറഞ്ഞു വിട്ടു എന്നോ അങ്ങനെ എന്തൊക്കെയോ സ്കീമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ട് ഞാൻ ചിരിയെന്ന് ചിരിച്ചുകൊണ്ടിരുന്നത്. ഷസാം ആരടേ, ഇവിടുന്ന് 10 അറബികളെ ഇറക്കി വിട്ടോ ഷസാം ലൈവിൽ ചീത്ത പറയാൻ. ചുമ്മാ ഇത് കണ്ടൻറ്റ് സംഗതി തന്നെ, വേറെ ഒന്നുമല്ല. കണ്ടൻറ്റ് ഇപ്പോൾ ഷസാം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ബെറ്റർ വിസിബിലിറ്റി. ഓക്കെ, ഇനി പേഴ്സണൽ ഹേർട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ഒരു കോംപ്ലക്സ് തോന്നാം, എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി. പക്ഷേ ഇല്ലാതാക്കാനാണെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യുക. ഓക്കെ, ഇല്ലാതാക്കാനാണെങ്കിൽ ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ ഷസാമിൻ്റെ അടുത്തേക്ക്, ഇപ്പോൾ ആ ലേഡി ഗെയിമറിൻ്റെ അടുത്തേക്ക് തന്നെ ഒരുപാട് പേര് നിൻ്റെ ഈ പറഞ്ഞ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുത്ത് അവരത് വീഡിയോ ആക്കുമ്പോൾ ഷാസിനത് ചെയ്തുകൂടെ? ഓക്കെ, പിന്നെ ഷാസിനും ദേഷ്യം കാണൂടെ, കാരണം നീ ആ വീഡിയോക്കകത്ത് ഷാസിൻ്റെ വീട്ടുകാരെ വെച്ചൊരു സാധനം പറഞ്ഞല്ലോ. അപ്പോൾ ഓബിയസ്ലി ആ ലേഡി ഇട്ട വീഡിയോ അവനെടുത്ത് സ്റ്റോറി ഇടും. ഇതൊക്കെ ഒരു ടിക്ക് ഫോർ ടാക്ക്, അതാണ് സാധനം. ഓക്കെ, നിനക്കതിപ്പോൾ ഒരു കോണ്ടൻ്റാണ്, നിനക്കതിന്നൊരു വിസിബിലിറ്റിയും വരുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്, ഓക്കെ ആണ്, ആരും തെറ്റു പറയുന്നില്ല, ഫൈൻ, നോ വറീസ്, ഒരു വിഷയവുമില്ല. ഓക്കെ, പക്ഷേ യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുമ്പോഴും ഇന്ന വ്യക്തി ഇന്ന രീതിയിൽ എൻ്റെ നേരെ വന്നു, അതിനൊരു തെളിവും കൂടി വെക്കണം. പിന്നെ നിനക്കെതിരെ വന്ന ആ ലേഡി പറഞ്ഞ ആരോപണങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ നിനക്ക് കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം, ആ ലേഡി എന്നെക്കുറിച്ച് പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് നീ ഒരു ഡിഫമേഷൻ ഇട്ട് കൊടുക്ക്, അങ്ങനെയും ചെയ്യാമല്ലോ. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിൽ ഒരു പോർഷനും കൂടിയും വെക്കാം. ഓക്കെ, ഈ പറയുന്ന പെൺകുട്ടി, ഞാനിപ്പോൾ ചേച്ചിയോട് കാര്യം ചോദിക്കും, വേറെ ഒന്നുമല്ല, എന്നെ പറ്റി ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തിൽ ഞാൻ മോശക്കാരനാണെന്ന് ചിത്രീകരിച്ച്
സൊസൈറ്റിയുടെ മുന്നിൽ വന്ന ഒരാൾ സംസാരിച്ച് കഴിഞ്ഞാൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ എന്താ പറയുക, ഒരു പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ഞാൻ തെറ്റുകാരനാണെന്ന്, ഞാൻ ചെയ്യാത്ത തെറ്റ് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് എന്നെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച ഒരു സൊസൈറ്റിയുടെ മുന്നിൽ ഒന്ന് പറയുമ്പോൾ തിരിച്ച് ഞാൻ ചോദ്യം ചെയ്തിരിക്കും ആരാണെങ്കിലും. ഓക്കെ, അതെൻ്റെ റൈറ്റ്സ് ആണ്, ഞാൻ ചോദിക്കും അതെന്തായാലും. ഞാൻ അത്രേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതിൻ്റെ അകത്ത് വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കുട്ടീനെ കളിക്കാരി എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഷീസ് എ ഗെയിമർ, ഞാൻ ഇപ്പോഴും പറയാം ഷീസ് എ ഗെയിമർ. ഓക്കെ, അപ്പോൾ ആ ഒരു പെൺകുട്ടി ഗെയിം കളിക്കുമ്പോൾ ഞാൻ കളിക്കാരി എന്നല്ലാണ്ട് വേറെ എന്ത് രീതിയിൽ ഞാൻ പറയണം? ഗെയിമർ എന്ന് തന്നെ പറയണം. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, ഞാൻ ഗെയിമർ എന്ന് തന്നെ പറയാം. അപ്പോൾ കളിക്കാരന്മാരുടെ ഞാൻ എന്താണ് ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ അവനൊരു കളിക്കാരനാണ്, അവന് ഫുട്ബോൾ കളിക്കാരനാണെന്ന് പറയൂലോ? ഇല്ല, പറയാറില്ലേ? അപ്പോൾ അത്ര ഞാനും പറഞ്ഞോളൂ. അവളൊരു എന്താണ് പബ്ജി കളിക്കാരിയാണ്, അവൾ പബ്ജി കളിക്കുന്ന ഒരു കളിക്കാരി പെണ്ണാണ്, അത്ര ഞാൻ പറഞ്ഞോളൂ. ഇവിടെ ആശുപത്രി കേസ് എന്ന് പറഞ്ഞ് ഞാൻ 10,000 ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിടക്കുന്ന ഒരു വർത്താനം അവൾ പറഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ വിരളെണ്ണം പാകത്തിന് വളരെ ഒരു 3-4-5 പേരെടുത്ത് മാത്രമേ, എനിക്ക് അത്രയ്ക്കും എന്താണ് പേഴ്സണലി അറിയാവുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്ത് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ ചേച്ചിട്ട് നേരത്തെ പറഞ്ഞു, അങ്ങനെ അറിയാവുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും അവരുടെ അടുത്ത് പകുതി ഞാനിപ്പോൾ കോൺടാക്ട് ഇല്ല. ഞങ്ങൾ ചെറിയൊരു സൗന്ദര്യപ്പണത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ഓക്കെ, പക്ഷെ എല്ലാം റീഫണ്ടഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാക്ട് വീഡിയോ വിത്ത് പ്രൂഫ് വെച്ച് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇവർക്ക് മനസ്സിലാവും ഞാൻ തെറ്റുകാരനല്ലെന്ന്. ഓക്കെ, കാരണം എൻ്റെ ഈ തെറ്റ് ഇത്രയൊക്കെ ഇഷ്യൂ ആയ സ്ഥിതിക്ക് തെളിയിക്കേണ്ട ഒരു ആവശ്യം എൻ്റെയാണ്. ഇപ്പോൾ ഇവളിങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം മെയിൻ ആയിട്ടുള്ള ആള് ഷസാം ബ്രോയാണ്. ഞാൻ ഒരിക്കലും അല്ലെന്ന് പറയില്ല, വിത്ത് പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. കാരണം ഞാൻ സ്കാമർ ആണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇട്ട വീഡിയോസിൽ മൊത്തം ഷസാമിൻ്റെ ലൈക്കും ഉണ്ട്, കമൻറ്റും ഉണ്ട്. ആൻഡ് ഓൾസോ ഈ വീഡിയോസ് മൊത്തം ഇവൻ്റെ അക്കൗണ്ടിൽ സ്റ്റോറി വരെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഷസാം നേരത്തെ ഇതിനൊക്കെ മുന്നേ, നാളുകൾക്ക് മുന്നേ ഇയാളുടെ യൂട്യൂബ് ചാനലിൽ ലൈവിൽ വന്നിരുന്നു പറഞ്ഞിരുന്നു, ഞാൻ അവനോട് ഒരു പ്രശ്നത്തിനും പോകില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് സംസാരിക്കത്തുള്ളൂ, അല്ലാണ്ട് ഞാൻ മെറ്റാ വെരിഫൈഡ് ആണെന്ന് പറഞ്ഞ് എൻ്റെ അക്കൗണ്ട് ബാൻ ചെയ്യാൻ പോലും പോകില്ല. എൻ്റെ അക്കൗണ്ട് ബാൻഡ് ആവാൻ വേണ്ടി പോയി, എൻ്റെ അക്കൗണ്ട് ബാൻ ഇങ്ങനെ പറഞ്ഞ ഒരാളായിരുന്നു. എന്നിട്ട് പോലും അവൻ ആ പറഞ്ഞ അന്ന് രാത്രി തന്നെ എൻ്റെ അക്കൗണ്ട് ബാൻ ആവാൻ വേണ്ടി പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇത്രയേറെ പ്രശ്നങ്ങൾ വന്നു. ഇവളുടെ കൂടെ സപ്പോർട്ടഡ് ആയിട്ട് വളരെ എന്താ പറയുക, ഒരു ഭയങ്കര ഇമ്പാക്റ്റിൽ ഈ പുള്ളി ഭയങ്കര രീതിയിൽ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. സ്റ്റോറി ഇട്ട് വരെ കൊടുക്കാന്ന് പറഞ്ഞാൽ ആലോചിക്കുക, അത്രയും വലിയ ഇൻഫ്ലുവൻസർ. എനിക്ക് തോന്നുന്നു ഇയാളൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്താൽ പോലും എത്ര 1-2 ലക്ഷം രൂപയെങ്കിലും കിട്ടുമായിരിക്കും, ഒരു സ്റ്റോറി പ്രൊമോഷൻ തന്നെ, അല്ലേ? ശരിയല്ലേ? അപ്പോൾ ചേച്ചൊന്ന് ആലോചിച്ചു, അപ്പോൾ എത്രത്തോളം ഹെയ്റ്റ് ആണ് ഇയാൾക്ക് എൻ്റെ അടുത്ത് ഉള്ളതെന്ന് ഞാൻ ആലോചിക്കുന്നത്. എടാ മോനേടാ, ഹെയ്റ്റ് അല്ല, മനസ്സിലായ? നീ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഇപ്പം എനിക്ക് പേഴ്സണലി കിട്ടിയ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാലും ഇത് വേറൊരാൾ ചെയ്തതാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അയാളുടെ റിയൽ ഒന്ന് എന്നാവുമ്പോൾ മനസ്സിലായില്ലേ? നമ്മളടുത്ത് വന്നിട്ട് പറയുകയാണ് അവൻ ഇങ്ങനെ ഇത് വാങ്ങി, ഇത്ര വാങ്ങി, ഇന്ന ചെയ്തു, ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ, ഓക്കെ, എന്ന കാര്യങ്ങൾ പറഞ്ഞ് നമ്മളടുത്ത് വരുമ്പോൾ ഇപ്പം ഉണ്ണി മുകുന്ദൻ, ഞങ്ങൾക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. ഉണ്ണി മുകുന്ദൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഉണ്ണിയുടെ നല്ല കിടിലൻ ഒരു ടീസറാണ് മാർക്കോടെ വന്നത്. ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നല്ലതായിട്ട് വർക്കായി, പടഞ്ഞു വരട്ടെ. അപ്പോൾ നമ്മൾ നല്ലത് പറയും. ഉണ്ണിയുടെ തന്നെ വേറെ എന്തെങ്കിലും ഒരു അലമ്പ് കേസ് പൊന്തി വന്നാൽ അത് അലമ്പാന്ന് തന്നെ പറയും. ഓക്കെ, അപ്പോൾ അത് അലമ്പാന്ന് പറയുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതായത് അത് അലമ്പാന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ നിന്നോട് ഓബിയസ്ലി ദേഷ്യം കാണും, അത് ഷാസ് പറഞ്ഞല്ലോ, നേരിട്ട് തന്നെ തീർക്കും എന്നുള്ളത്. അങ്ങനെ തന്നെ പറയും. പിന്നെ വീട്ടുകാരെ വിളിച്ച് കഴിഞ്ഞാൽ ഉണ്ണീൻ്റെ വീട്ടുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു വന്ന്. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട്, സിനിമ ഈസ് ഡിഫറെൻറ്റ്, നല്ല വർക്ക് ഈസ് ഡിഫറെൻറ്റ്. പേഴ്സണലി ഉള്ള പാരൻസിനെ വിളിച്ച വിളി അതെൻ്റെ മനസ്സിൽ എപ്പോഴും കിടക്കും. എന്തെങ്കിലും നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാനും അതങ്ങനെയാണ്, നമ്മളങ്ങനെയാണ്. അത് വിചാരിച്ചിട്ട് ഒരാളെ നല്ലത് ഇല്ല എന്ന് പറയില്ല, നല്ലത് കണ്ട അപ്രീഷിയേറ്റ് ചെയ്യും. പൊട്ട കണ്ട പറയൂടെ, പൊട്ട കണ്ടത് വേറെ ആൾ ചെയ്യുമ്പോൾ അതെടുത്ത് വെച്ച് നമ്മൾ സപ്പോർട്ടും ചെയ്യും. മനസ്സിലായ? നിൻ്റെ ആവശ്യം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷൻ മൂക്കുത്തിക്ക് കൃത്യമായിട്ട് അറിയാം. മോട്ടിവേഷൻ വർക്കാവുന്നില്ല, വർക്കായില്ല, മോട്ടിവേഷൻ കരിഞ്ഞുപോയി, കത്തിപ്പോയി, ചീറ്റിപ്പോയി എന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഓക്കെ, കാരണം ഈ പറഞ്ഞ ആ ലേഡി ചെയ്ത വീഡിയോ ഇനിയിപ്പോൾ അത് തെളിയിക്കണം. ഇതൊന്നും ഇങ്ങനെയല്ല, ആ ലേഡി പറഞ്ഞതിൽ പ്രശ്നങ്ങളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്, കാശൊക്കെ തിരിച്ചു കൊടുക്കും, നീ അങ്ങനെ ചെയ്യും. ഇല്ലാന്ന് കേസ് കൊടുക്കണം. ഇപ്പോൾ എൻ്റെ എതിരെ അലിഗേഷൻസ് വരുമ്പോൾ, ഇപ്പോൾ മനാഫ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനത്തിൽ ഞാൻ കുത്തിത്തിരിപ്പാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര വീഡിയോ ചെയ്തു. ഞാൻ സാധാരണ അങ്ങനെ ചെയ്ത് നിങ്ങൾ കാണാറില്ല. മനാഫിനെ വരെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പറയും, ലൈക്ക് അങ്ങോട്ട് എന്താ പറയുക, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് മനാഫിനെ ഞാൻ കൊണ്ടുവന്ന് ഇരുത്തിയത്, കാരണം എൻ്റെ വാശിയായിരുന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് ആളുകളിലേക്ക് എത്തിക്കാൻ എത്ര എക്സ്ട്രീം എൻഡ് വരെയും പോകണം. നമ്മളല്ല ചെയ്തത് എന്നുള്ളത് ആളുകളിലേക്ക് കൺവേ ചെയ്യാൻ വേണ്ടി. എന്നിട്ടും കൺവേ ആയില്ലെങ്കിൽ പിന്നെ പോടാൻ പറ്റില്ല എന്ന് പറയണം.
ഓക്കെ. അപ്പം പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, ഇതേപോലെ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്നേക്കാൾ നല്ലത് സ്വന്തം പ്രൊഫൈലിൽ ആ ലേഡി പറഞ്ഞതൊക്കെ കട്ട് ചെയ്ത് കുറേ ഇട്, അതിൻ്റെ പ്രൂഫും സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റാവുക. ഓക്കെ. പിന്നെ ഷാസുമായിട്ടുള്ള പ്രശ്നം, മനുഷ്യന്മാരാണ്, ലൈഫിൻ്റെ ഓരോ സ്റ്റേജാണ്. ഓക്കെ. പക്ഷേ വീട്ടുകാരെ വിളിച്ചാലൊന്നും അങ്ങനെ മാറാൻ ചാൻസ് ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ഷാസിനെ അറിയുന്നതുകൊണ്ട് പറയുകയാണ്, ഈസ് എ ചിൽ ഗായ്. ഇന്നലെയൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഈ കാര്യമൊക്കെ പറയുമ്പോൾ ഷാസ് പറയടാ വീടളിയ, ഈ മൂടാണ് ഷാസിന്. ഓക്കെ. അതൊക്കെ അത്രയേ ഉള്ളൂ കളിയാ. മാക്സിമം കണ്ടൻറ്റ് പിടിക്കുന്ന സമയത്ത് കണ്ടൻറ്റ് പിടിക്കുക, മൂട്ടി അടിക്കുന്ന സമയത്ത് മൂട്ടി അടിക്കുക. തെറി പറഞ്ഞ് അടിക്കുകയാണെങ്കിൽ നോ സീൻ, ബിക്കോസ് തെറി അത്ര പൊട്ട കാര്യമായിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടില്ല. പക്ഷെ പറയേണ്ട സ്ഥലത്ത് പറയേണ്ട പോലെ പറയണം, ഫണ്ണായിട്ട് പറയാൻ പറ്റണം. തെറി ഇല്ല, തെറിക്കേണ്ട സമയത്ത് നന്നായിട്ട് തെറിക്കാൻ പറ്റണം. അൺവാണ്ടഡ് ആയിട്ട് ചുമ്മാ കയറി ആരെങ്കിലും തെറിച്ച് കഴിഞ്ഞാൽ തിരിച്ചും കേൾക്കും കിട്ടും ചെയ്യും, അത് വേറെ സീന്. തെറി കൊണ്ട് പല വിധത്തിലുള്ള പരിപാടികളാണ്. ഇവൻ ഇങ്ങനെ ഒരു വള്ളിയാണ് പിടിച്ചത്. ഓക്കെ. തെറിവേഷൻ എന്നുള്ളതാണ് ഈ ഒരു വേർഷൻ, മോട്ടിവേഷൻ അല്ല, ദിസ് ഈസ് തെറിവേഷൻ എന്നുള്ളതാണ് ഇതിന് പറയേണ്ടത്. എന്താണെങ്കിലും കൊള്ളാം, ഒരു വഴിക്ക് അങ്ങനെ പോട്ടെ, ഈ ഒരു യൂണിവേഴ്സ് ഇങ്ങനെ കത്തട്ടെ. ഇനി വേറൊരു യൂണിവേഴ്സിൽ തൃഷ വിജയ് കത്തുന്നുണ്ട്, പുഷ്പ ഒന്ന് താന്നു വീണ്ടും പൊന്തി, ഇനി പൊന്തുമോ താഴുമോ എന്നുള്ളത് ഒരു സൈഡിൽ വേറെയും നടക്കുന്നുണ്ട്. നോക്കാം.